അങ്ങനത്തെ നമ്മുടെ ജോളോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ മസാലയൊക്കെ ഉണ്ടാവും. രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഇത്. സൂപ്പർ. നിങ്ങളെ ചോറും അടിപൊളിയാണ്. ഡെസേർട്ട് നമ്മൾ പറഞ്ഞ സാധനം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിന്റെ പേരെന്തായിരുന്നു? മാംഗോ പുഡിംഗ്. മാംഗോ പുഡിംഗ്. അപ്പൊ കുറച്ച് മാംഗോ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കഴിക്കാം അല്ലേ? നമ്മൾ ഓൾറെഡി കഴിച്ച് സക്സസ് ആണ്. അപ്പൊ ഇതാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ അവർ ലൈഫ് ആട്ടോ. ഒരുപാട് വീഡിയോയിൽ ഞങ്ങൾ നമ്മുടെ ഈ ബാക്കി കാണുന്ന അവസ്ഥ കാണിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു നമ്മുടെ മെയിൻ അല്ലേ? അപ്പൊ ഇന്ന് ഷോപ്പിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടോ. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താ നമ്മുടെ കാര്യം പറയും? ഞാൻ ഇന്ന് സ്പെഷ്യൽ 2 ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സ്പെഷ്യൽ 2 ഡിഷ് നമ്മൾ ട്രൈ ചെയ്ത് സക്സസ് ആയി. അപ്പൊ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ പിന്നൊരു ത്വര അല്ലേ? അപ്പൊ അതൊന്ന് ആക്കി നോക്കാം. അപ്പൊ അതിനുള്ള സാധനം മേടിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നേക്കോട്ടോ. ആക്ച്വലി ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെന്താ പറയാ, നമുക്ക് ഇപ്പൊ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും ഒരു ഡെസേർട്ടായിട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു ബിരിയാണി ഒക്കെ ആയിട്ട് തിന്നാനും. ബിരിയാണി അല്ല, വേറെ ലെവൽ സാധനമാണ്. അപ്പൊ അത് എന്താണെന്നും എങ്ങനെ ആക്കുന്നതെന്നൊക്കെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ്. വല്ലപ്പോഴും എന്തെങ്കിലും ആക്കി സക്സസ് ആവുന്നതിന്റെ ഒരു സന്തോഷം. അതെ, അത് മാത്രമല്ല ഞങ്ങൾ ഇനി ഇത് ഇങ്ങനെ പറഞ്ഞു ഇതാക്കുന്നില്ല. കാരണം നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറെ ദിവസം ആയതുപോലെ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് സ്റ്റാർട്ടിങ് ട്രബിളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ? അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. 700 ആയതായിരുന്നു, ഇപ്പൊ 690 ആയി. നമ്മളങ്ങനെ അസ്ഡയുടെ ഉള്ളിൽ കയറിയിട്ട് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടു നടക്കുവാണ്. ഞങ്ങൾ ഈ ഏരിയ വന്ന് വേറെ ഒന്നും അല്ലട്ടോ, നമ്മളെ മെൻസിലെ കുറച്ച് ജ്വല്ലറീസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ടേ കുറച്ചുകൂടെ വലിയൊരു ബോക്സ് മേടിക്കാന്ന് വിചാരിച്ചു. കാരണം ആരും വാങ്ങുന്നില്ല, എല്ലാം വീട്ടിൽ തന്നെ സ്റ്റോക്ക് ആവുക. അപ്പൊ ഇത് എടുത്തു നോക്കണല്ലോ. അല്ലാടെ അഭി ചുമ്മാ പറയുന്നതാണ്. എന്താ ഇങ്ങനത്തെയാണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ വലുതാട്ടോ. അല്ല, അതാ നമ്മുടെ ഉള്ള സെയിം സാധനം. അത് അത് തിരിച്ചു വെച്ചതാ എന്റെ ചായ. അത് തിരിച്ചു വെച്ചേ. ഇത് വേണമെങ്കിൽ എടുത്തു. ഇത് കണ്ട ഈ അബി ഇത്രയും നേരം അവിടെ ഈ ഹോട്ട് വീൽസിന്റെ സെക്ഷനിൽ നിൽക്കുവായിരുന്നു. അന്നേരം അബിക്ക് ടൈം ഒന്നും ഒരു പ്രശ്നമില്ലേ. ഇനി വേറെ സെക്ഷൻ കൂടെ കാണാനുണ്ട്. ഒരു സെക്ഷനിൽ ഇനി പോകുന്നില്ല. സാധനങ്ങൾ വന്നിട്ടുണ്ട്. കുടിവെള്ളം നമ്മൾ എപ്പോഴും ഇങ്ങനെ ബോട്ടിൽ വാട്ടർ ആട്ടാ മേടിക്കുന്നത്. നമ്മൾ വീട്ടിലല്ലേ നമ്മൾ ടാപ്പ് വാട്ടർ കുടിക്കാറില്ല. ഇപ്പൊ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ടാപ്പ് വാട്ടർ അത്ര ലൈം സ്കെയിലും കാര്യങ്ങളൊക്കെ വെറുതെ കിഡ്നി സ്റ്റോൺ വരുത്തണ്ട അല്ലേ? 3-4 ഷോട്ട് എടുത്തു ആ വീഡിയോയുടെ. കുപ്പി എത്ര ആയി നോക്കി. അങ്ങനെ നമ്മള് പുഡിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റ് നമ്മൾ മാംഗോ പുഡിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 തവണ ഞാൻ ഉണ്ടാക്കി. 2 തവണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നമുക്ക് മാംഗോ പൾപ്പ് വേണം. അപ്പൊ കേസർ മാംഗോന്റെ പൾപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ 2ാമത്തെ തവണ ആക്കിയപ്പോൾ മാംഗോ മാത്രം വെച്ചിട്ടായിരുന്നു ആക്കിയത്. അപ്പൊ ചില സമയത്ത് നമുക്ക് മാംഗോ കിട്ടാത്തപ്പം കേസർ മാംഗോ പൾപ്പും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രഷ് മാംഗോയും എടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ അടിപൊളി സാധനമാണ് കേട്ടോ. ഇതൊന്ന് മേടിച്ച് വെച്ച് ഇതുകൊണ്ട് എന്തൊക്കെ ടൈപ്പ് വെറൈറ്റി സാധനങ്ങളാക്കാന്ന് അറിയാവ്. ഇത് ഇപ്പൊ ഞാൻ 2ാമത്തെ ബോക്സ് മേടിക്കും. നല്ല ഐറ്റം ആണ് കേട്ടോ. ഇവിടെ വേറെ സാധനം ഇപ്പൊ നിൽക്കുന്നതാണ്. ഒരു അടിപൊളി ഒരു പശു നിൽക്കുന്നതാ. നല്ല ജേഴ്സി പശു. അടിപൊളി ഒരു പശു. ഇതുപോലത്തെ ഒരു പശു നാട്ടിലാണെങ്കിൽ നാട്ടിൽ നിന്നാ മതി. ഇതിനെ വളർത്തി പാലും കറന്ന് അല്ലേ? അടുത്ത ഐറ്റം നമ്മൾ ആക്കുന്ന ജോളോ ഫ്രൈസ് ആണ് കേട്ടോ. അപ്പൊ അതിന് മെയിൻ വേണ്ടത് ചിക്കൻ ആണ്. അതിന് ചിക്കൻ എടുത്തേ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പൊ നമ്മളത് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് വേണത് ഇത് റെഡിയാക്കാൻ. പക്ഷെ ആവശ്യമുള്ള സാധനം നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾ തിന്നും അല്ലേ? നിങ്ങളെ കാണിച്ച് ഞങ്ങൾ തിന്നും. നിങ്ങൾ കാണണം അല്ലേ? എത്ര കഷ്ടപ്പെടുന്നുണ്ട് ബാക്കില്. പണ്ട് ഇവിടെ ഒരു സമ്മർ വന്നപ്പോഴേ നമുക്ക് ഇത്ര 2 ബോട്ടിൽ കൂടുതൽ, അതായത് 2 കേസ് കൂടുതൽ വെള്ളം എടുക്കാൻ പാടില്ലായിരുന്നല്ലോ. ഇത്തവണയും നല്ല സമ്മറാണ് കേട്ടോ. ഇതെന്താ നെക്സ്റ്റ് 2 ഡേയ്സിലോട്ട് നല്ല വെയിലായിരിക്കും എന്നാണ് ഇതിലെ വെതർ ഫോർകാസ്റ്റിൽ കണ്ടത്. അറിയാൻ പാടില്ല എങ്ങനെയായിരിക്കും എന്ന്. പക്ഷെ എന്റെ ഒരു ഇതിൽ ലാസ്റ്റ് ടൈമിൽ കിട്ടിയതിനേക്കാളും നമുക്ക് നല്ലൊരു സമ്മർ ആയിരുന്നു ഇത്തവണത്തെ. കഴിഞ്ഞ സമ്മറിൽ പപ്പയും മമ്മിയൊക്കെ വന്ന ആ സമയത്ത് മഴയായിരുന്നു. ഫുൾ ടൈം മഴ. സമ്മർ വൈബ് കിട്ടിയില്ല. അതെ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ. അതെ, ഇത്തവണത്തെ സമ്മർ അടിപൊളിയായിരുന്നു. പക്ഷെ അധികം സമ്മർ ഓവറായി പോയി. ചൂട് ഓവറായി പോയി അല്ലേ? ഭയങ്കര ഹിറ്റ്.
പണ്ടൊക്കെ ഷോപ്പിങ്ങിന് വന്നാലേ ഡിക്കിയില് പാലും ഇതൊക്കെ വെച്ച് എത്ര നേരം വേണമെങ്കിലും വേറെ സ്ഥലത്തൊക്കെ ഷോപ്പിങ്ങിന് പോയായിരുന്നു. ഇപ്പൊ പോകാൻ പറ്റില്ല അല്ലേ? പണ്ടൊക്കെ തിരിഞ്ഞു പോകും. അത് ശരിയാട്ടാ. 40 പൗണ്ടൊക്കെ ആവൂടാ. ഇപ്പൊ പൈസ ഭയങ്കര പൈസ, വിലക്കയറ്റാണ്. വിലക്കയറ്റം എന്നാ സാലറി കയറ്റം ഇല്ല. അതിനും സാലറി കയറ്റം ഇല്ലാന്ന്, സാലറി ഹൈക്കില്ലാന്ന്. നമ്മുടെ അവിടുത്തെ അസ്റ്റേന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിയ അസ്റ്റയാല്ലേ. നമ്മുടെ അടുത്ത് ഇത്രയില്ല. ഒരുപാട് സാധനമുള്ള കാരണം പൈസ ഒരുപാട് തീരെ ചെയ്തു. കോളം അടിച്ച ഡെഡ് മാൻ ഫിംഗേഴ്സ്, അടിപൊളി സാധനം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതെ, ഭാര്യക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം മദ്യപിക്കുക അല്ലേ? മദ്യപാനം കോളയാട്ടെ, ചൂടായത് തന്നെ കോള മേടിച്ചത് വേണ്ട. സ്പൈസ്ഡ് കോള, സ്പൈസ്ഡ് റം കോള. റുമ്മാണോ ഇത്? റം അല്ലേ? മാംഗോ പൾപ്പ്. ഇതേ നമ്മള് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തിട്ടോ. ഇനിയിപ്പം നമ്മളിപ്പോ മിന്നുവിന്റെ കൂടെ നമ്മള് ഇതാക്കാൻ വേണ്ടി പോകണം. അപ്പൊ എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ പറഞ്ഞ് ഞാൻ വേഗം റെഡി ആക്കി തരാം. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കാണിക്കും നീ എന്തൊക്കെ എടുത്തതെന്ന്. അല്ല പിന്നെ ഇങ്ങോട്ട് കാണിക്കേ. ക്യാപ്സിക്കം, അതായത് റെഡ് ക്യാപ്സിക്കം വേണം കേട്ടോ. പെപ്പർ, അതുപോലെ തന്നെ ഒനിയൻ, പിന്നെ ടൊമാറ്റോ, അതേപോലെ തന്നെ ഗാർലിക്കും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യണമെന്ന് പറയേ. അതിങ്ങനെ ക്യൂബ് പോലെ കട്ട് ചെയ്തിന് നമ്മളൊന്ന് വഴച്ചു ചെയ്യണ്ടേ. ഇച്ചായ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും അപ്പൊ എനിക്ക് അറിയത്തില്ലാന്ന് പറഞ്ഞ് കളിയാക്കാൻ പറ്റേ. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, റെഡ് ക്യാപ്സിക്കം. പിന്നെ ഒരു 8-10 അല്ലി, കുറച്ച് വലിയ അല്ലിയാണ് കേട്ടോ, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എല്ലാം റെഡി ആക്കിയിട്ട് ഉള്ളതായിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചിക്കൻ ആണ് കേട്ടോ. നമ്മൾ ചിക്കൻ ടൈ ആണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് വേണമെങ്കിലും എടുക്കാം, ചിക്കൻ ലെഗ് എങ്ങനെയാന്ന് വെച്ചാൽ ചിക്കൻ്റെ എടുക്കാം. ഞാൻ എപ്പോഴും ചിക്കൻ ടൈലാണ് ആക്കുന്നത്. ബോൺലെസ്സിനേക്കാളും നല്ലത് ബോണും അതേപോലെ ഈ ടൈ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് ഇവിടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണ്. എനിക്കിങ്ങനെ എല്ലാരും കൂടി പ്രിപ്പയർ ചെയ്യുന്നത് ഇഷ്ടമാണ്. അതേപോലെ ഇത് കണ്ട, ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പല ഇതായിട്ട് മേടിക്കാൻ കിട്ടും. ഇപ്പൊ നാട്ടിൽ നിന്ന് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞാട്ടെ, നാട്ടിലും ഇപ്പൊ അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു ഇതിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മേടിക്കാം. അതേപോലെ കാലിന്റെ കഷ്ണം വേണമെങ്കിൽ അത് മാത്രമായിട്ട് മേടിക്കാം. ഭയങ്കര യൂസ്ഫുൾ ആ സംഭവം. അതേപോലെ ഞങ്ങള് മുംബൈ ചെന്നപ്പോഴായിരുന്നു ഇതേപോലെ ചിക്കൻ പല പല ടൈപ്പില്. അവിടെ ചിക്കൻ നമുക്ക് ചിക്കൻ കിലോ ആയിട്ട് എത്ര കിലോ ചിക്കൻ വേണം. മറ്റൊന്ന് പറയുമ്പോ കോഴീനല്ല നമ്മൾ മേടിക്കുന്നത്, വോൾ ചിക്കനാണ് മേടിക്കുന്നത്. ഇതാകുമ്പോ നമുക്ക് ഒരു ഇത്ര കിലോ മതി. നാട്ടിലെല്ലാം നമ്മൾ കടയിൽ ഒരു മൂത്തൊരു കോഴീനെ നോക്കിയെടുക്കുന്നു അല്ലേ? മുഴുത്തതിനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ മാംഗോ പുഡിങ്ങും കൂടെ റെഡിയാക്കണം കേട്ടോ. മാംഗോ പുഡിങ് അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് നമ്മൾ ഇച്ചിരി ടൈം എടുക്കും. അത് ടൈം മീൻസ് ഫ്രിഡ്ജിൽ വെക്കണമല്ലോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് അത് തിന്നാൻ നല്ല ടേസ്റ്റ്. മറ്റേ ഇതൊക്കെ വേണമായിരുന്നു അതിന്റെ കൂടെ. സത്യം പറഞ്ഞാൽ ടൂട്ടി ഫ്രൂട്ടി അല്ല, അതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലായിരുന്നു. ഇത് നമ്മള് പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒനിയൻ. ഞാൻ അത്ര വലിയ അഗ്രഗണ്യ കുക്കല്ല കേട്ടോ. അതുപോലെ ഗാർലിക്, ടൊമാറ്റോയാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി വേണം. ഇതിന്റെ കൂടെ വേണ്ടതാണ് നമ്മുടെ ഉണക്കമുളക്. കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിന് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം, പിന്നെ കുറച്ച് ഉപ്പും. ഓക്കെ. അപ്പൊ ഇത് ഞാൻ കുറച്ച് ഉണക്കമുളക് ഇതേപോലെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തു കേട്ടോ. ഇനി ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒന്ന് ഒരു മീഡിയം ലെവലിലൊക്കെ അല്ലെങ്കിൽ ഒരു 3/4 ഒന്ന് സോട്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അത് ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പൊ സോട്ട് ചെയ്യട്ടെ. അപ്പൊ ഇതിനകത്തുള്ള ഇപ്പൊ ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ ഏകദേശം മനസ്സിലായാലോ. ക്യാപ്സിക്കോ, അതേപോലെ തന്നെ ഉള്ളി, പിന്നെ മറ്റേ വെള്ളത്തിലിട്ട നമ്മുടെ
ഉണക്കമുളക്, വെളുത്തുള്ളി, പിന്നെ ഉപ്പ് അല്ലേ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇട്ടേക്കുന്നത് അല്ലേ. ഇതിന് ഈ ഒരു പെപ്പറിന്റെ ഒരു ഇതാ അല്ലെ കൂടുതൽ, ക്യാപ്സിക്കത്തിന്റെ. അപ്പൊ ഈ മസാല എത്രമാത്രം ടേസ്റ്റ് ആവുന്നോ അതുപോലെ ഇരിക്കും ആ ഒരു റൈസിന്റെ ടേസ്റ്റ്. അതേപോലെ തന്നെ നിങ്ങൾ എന്തുമാത്രം ഇതിടുന്നോ, അതായത് ഇപ്പൊ നിങ്ങൾ കൂടുതൽ പേർക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇത് എടുക്കണം. കാരണം ഇതാണ് ഇതിന്റെ മെയിൻ മസാല, വേറെ മസാല ഒന്നുമില്ല. ഇപ്പം ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ അതിനെ മാത്രം നോക്കിയിട്ട് വേണം നമ്മൾ ഇതാക്കാനായിട്ട് കേട്ടോ. ഞാൻ വലിയ ആളൊന്നും അല്ല, എന്നാലും എന്റെ 2 തവണത്തെ കുക്കിംഗ് എക്സ്പീരിയൻസ് പറയുവാണ്. ഞാൻ ചുമ്മാ പറയുകയും ചെയ്തു സക്സസ് ആയി, അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാനാന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. രസമുണ്ടല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ഞാൻ തമാശയാക്കിയതാണ്. പക്ഷെ ഇന്നും സീരിയസ് ആയിട്ട് എടുത്തേ. ഞാനെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. നീ സീരിയസ് ആവല്ലേ, ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പൊ പിന്നെ അത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണി തുടങ്ങാം. ഇനി ചിക്കനിലേക്ക് നമുക്ക് ഇങ്ങനെ കുത്തിടണം, എന്നാലേ നമുക്ക് അതിനകത്ത് മസാല കറക്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ ഓരോന്നും കറക്റ്റ് ആയിട്ട് കുത്തണം. അപ്പൊ ഇത് ഏകദേശം എല്ലാ ചിക്കനും കുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്, തൊളയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുത്തി പരിപാടിയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത തന്നെ പരിപാടി, അടുത്തത് നമ്മൾ ഇതൊക്കെ വഴറ്റി കഴിഞ്ഞു. ഇത് വഴറ്റി കഴിഞ്ഞാൽ ഇത് വഴറ്റി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഇത് നമുക്ക് അടിച്ചെടുക്കണം, ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചൊരു സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഒരു മാഗി ക്യൂബ് കേട്ടോ, ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്യണം, ഒരെണ്ണം ഇങ്ങനെ പൊടിച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേൻ, അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേൻ ഇവിടെ. യെസ്, തേനൊക്കെ വേണം. ഇത് തേൻ നല്ല നാടൻ തേനാട്ടോ, നാട്ടിൽ നിന്ന് നമ്മൾ എടുത്തേക്കുന്നത്. സ്പ്രൈറ്റിന്റെ ഉപ്പിലാന്നുള്ള പ്രശ്നമുള്ളൂ. കാട്ടുതേനല്ലേ, നാട്ടുതേനോ കാട്ടുതേൻ എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് തേന്, ഒരു എനിക്ക് അടി തേൻ കുറച്ച് വേണോ, കുറച്ചുകൂടെ ഒഴിക്കട്ടെ. നല്ല തേനായത്. ഇത്രയൊക്കെ തേന വെച്ച് കഴിഞ്ഞാൽ മധുരിച്ചിട്ട് തിന്നാൻ പറ്റൂടി. ഇതിനകത്ത് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി, പിന്നീട് ഞാൻ 1 ടീസ്പൂൺ ഒഴിഗാനോ, അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അത്രയും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 1/2 ലെമണും കൂടി അതിനകത്തോട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കണം കേട്ടോ. ഇത്ര ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാൻ, ഗ്രൈൻഡ് ആവാനുള്ള കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ അമ്മി, എന്താ വേണ്ടേ? നാരങ്ങയുടെ തൊലിക്ക് കൈ നീട്ട് നോക്കൊരാള്. അങ്ങനെ അടുത്ത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗീ. ഇത് അരച്ചത് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ അല്ലേ. ഇനി അടിയിൽ നിന്ന് ഒരു കുറച്ച് സ്പൂൺ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന ചിക്കനിലോട്ട് ആക്കും കേട്ടോ. ഇത് നമ്മളിപ്പം നമ്മുടെ ക്യാപ്സിക്കൊക്കെ വഴച്ചിടില്ല, സെയിം പാനിലാണ് കേട്ടോ ഇതും ഫ്രൈ ചെയ്യുന്നത്. എളുപ്പമാണെന്നേ, സിമ്പിള്. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ഗ്രേവിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ചിക്കൻ ഉണ്ട് അല്ലേ? ഇതിനകത്തോട്ട് ചിക്കൻ ഇടണം, കുറച്ചും കൂടി ഇടാം. ഗ്രേവി കറക്റ്റ് ചിക്കനിൽ പിടിക്കുമ്പോ അതിന്റെ ടേസ്റ്റ്. ഇത്തവണത്തെ ഇച്ചിരി ഇത് സ്പൈസ് കൂടുതലാ. അപ്പൊ അമ്മയ്ക്ക് തിന്നാൻ പറ്റില്ല, അമ്മയ്ക്ക് തിന്നാൻ പറ്റും, അപ്പൊ എനിക്ക് തിന്നാൻ പറ്റില്ല. നമ്മള് ചിക്കൻ അതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിപ്പോ അത് വേവിച്ചെടുക്കും കേട്ടോ. ഇത് ഇളക്കണോടി, മറിച്ചിട്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് അതിന് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. അല്ലല്ലോ, ഫ്രൈ ചെയ്യുകയല്ലേ. പക്ഷെ ബോണുള്ളതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആ ഒരു മിക്സിലോട്ട് നമ്മുടെ ചോറ് വേവിക്കാനുള്ളതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ആക്കുന്നതിന്. ഓവർ മസാല ഒന്നും വേണ്ട, കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ ഗാർലിക്കും കൂടി ഒന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മള് പുഡിംഗ് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പുഡിംഗ് ആക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് കുറച്ച് മിൽക്ക് എടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മേടിച്ച കസ്റ്റാർഡ് മിക്സ് ഉണ്ട്, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തു. അതിലോട്ട് കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് ആക്കാം, എന്താണ്
ഫലൂദ പോലത്തെ അങ്ങനെയൊക്കെ ഈ സമ്മറിൽ തിന്നാൻ പറ്റിയ നല്ല നല്ല ഐറ്റംസ് ആക്കാണ്ട് മുടയൊക്കെ ചൂടാ. ഇപ്പൊ ഇത് കണ്ടില്ലേ എന്നാ വെയിലാ നോക്കിയേ. കരിഞ്ഞു പോകും. കരിഞ്ഞ എന്റെ ചെടിയെല്ലാം കരിഞ്ഞു കേട്ടോ. ചെടിയൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത്. അവിടെ കുറെ ചെടി ഉണ്ടായിരുന്ന എല്ലാം കരിഞ്ഞു പോയി. അതിനകത്ത് മൊത്തം പൂക്കളായിരുന്നു, അതെല്ലാം പോയി. അതേപോലെ ഇത് നമ്മുടെ എല്ലാം നശിച്ചു അല്ലെ വെയില് കാരണം. ഭയങ്കര വെയിലാണ്. അടുത്ത ഇത് ഞാൻ ഈ പാലിലോട്ട് ഈ കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കണം. ഇത് ആഡ് ചെയ്തിട്ടേക്ക് ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും. നമ്മുടെ പായസം എല്ലാം കുറുകി വരുന്ന പോലെ കട്ടിയായിട്ട് വരും. നമ്മുടെ ഇത് മിക്സ് നല്ല ഇത് കുറുകി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് അതേപോലെ തന്നെ നമ്മള് മാംഗോ പ്യൂരി മേടിച്ചതില്ലേ, കേസർ മാംഗോ പ്യൂരി, അതും കൂടി ഇത് ചൂടാറുന്നതിന് മുന്നേ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒത്തിരി തണുക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാറുന്ന ഒരു ഇതിലോട്ട് വെക്കുന്നു. എനിക്കിങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് കസ്റ്റേർഡ് മിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വലിയ ബേക്കറായ പോലെ തോന്നുന്നേ. അടുത്ത നമ്മളിത് മാംഗോ പ്യൂരി ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് ആ ഒരു ഇത് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ബേസിലും ആ ഒരു മാംഗോന്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്തോട്ട് മാംഗോ പ്യൂരി ആഡ് ചെയ്തത്. ഇത് നോക്കി, ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന നോക്കി, നല്ല കട്ടിയായല്ലേ ഇത്. ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. ഇപ്പൊ കളർ ഫുള്ള് മാറിയതുണ്ട്. ആ ഒരു ലൈറ്റ് ഒരു മഞ്ഞ മാറിയപ്പോ നല്ല മഞ്ഞയായില്ലേ. കുറച്ചുകൂടെ ഇനി വേണോ? എന്തായാലും നമുക്ക് ഇത് ഇനി അധികം ഇരിക്കത്തില്ല. ഇത് ഈ മാംഗോ പ്യൂരി മേടിക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് ലസ്സി ആക്കി കുടിക്കാം ഈ ചൂടത്തെ. ഭയങ്കര അതുപോലെ ഈ ചൂടത്ത് ഈ മാംഗോ പുഡിങ് അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തിന്നോണ്ടിരിക്കാം. ഐസ്ക്രീം തിന്നുന്നതിനേക്കാളും നല്ല പ്യൂരി അല്ലേ, ജ്യൂസ് അടിക്കാൻ നല്ല സാധനം അത്. നമുക്ക് മാങ്ങ കിട്ടാതെ വരുന്ന ടൈമില്, മാംഗോ സീസൺ അല്ലാത്ത ടൈമില് മേടിക്കാൻ പറ്റുന്ന നല്ല ഐറ്റമാണ്. ഞാന് ബ്രെഡ് സൈഡൊക്കെ മുറിച്ച് ഇതുപോലെ ബേസ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ മുകളിലോട്ട് വേണ്ട അത് ഇതില് മിക്സ് ആയി അങ്ങോട്ട് പൊക്കോളൂ. ഇതിന്റെ മുകളിലോട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അതെ, ഇത് നന്നായിട്ട് കുതിർന്ന് വന്നോളൂ. ബ്രെഡ് അല്ലേ, ഞാൻ അടിയിൽ വെക്കുവായിരുന്നെങ്കിൽ അടിയും മോൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് വന്നോളൂ. അടുത്ത് ഇതിന്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ അടുത്ത ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ 2 ലെയറിന്റെ ആക്കുന്നുള്ളൂ. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ആക്കാം അല്ലേ? 2 ലെയർ മതി. നമ്മളിപ്പോ 2 ലെയറാണ് ആക്കുന്നത്. അതേപോലെ നമ്മുടെ ചിക്കൻ എന്തായി? ചിക്കൻ ഏകദേശം റെഡി ആയി. ഇങ്ങനെ ആവണം ചിക്കൻ, അതാണ് അതിന്റെ ടേസ്റ്റ്. അടുത്ത ഇതും കൂടി നമ്മൾ പുഡിങ്ങിന്റെ ഇത് കസ്റ്റാർഡ് മിക്സ് അതിന്റെ മുകളിലോട്ട് ആക്കുക കേട്ടോ. ഭാഗ്യത്തിന് ഇപ്പൊ ഇവിടെ മാംഗോ കിട്ടുന്ന ടൈമാണ്. അപ്പൊ നമുക്ക് അല്ല, ഇവിടെ എപ്പോഴും മാംഗോ കിട്ടും. ഇവിടെ കിട്ടുന്ന ആ ഒരു മാംഗോ കേട്ടോ, ഈ ഒരു സാധനം ഇവിടെ എല്ലാ ടൈമും ഉണ്ട്. പക്ഷെ ഇപ്പൊ അതിന് നല്ല പഴുത്ത മാങ്ങ. ഇതിപ്പോ നല്ല മധുരം കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങ. അത് കുറച്ചു നാളായിട്ട് നല്ല മധുരമുള്ളത് കിട്ടുന്നത് അല്ലേ? ഇത് നല്ല ടേസ്റ്റ് ആയത്. പിന്നെ അത് മൊത്തം ഞാൻ ആഡ് ചെയ്തു കേട്ടോ. മാംഗോ എപ്പോഴാണ് നമ്മൾ ഇടുന്നത്? മാംഗോ ലാസ്റ്റ് കഴിക്കാൻ എടുക്കുമ്പോ. മാംഗോ ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കുറച്ച് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്ത് വെച്ചാൽ എന്നാ നല്ല രസമായിരിക്കും, ടേസ്റ്റ് ഉണ്ടാവും. എന്ത് പറയുന്നു, ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യും കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഈ പുഡിംഗ് ട്രൈ ഒക്കെ ഉണ്ടല്ലോ, പുഡിംഗ് ട്രൈ ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചാക്കി. ഇത് ആക്ച്വലി കാസറോളാണ്. ഞാൻ കാസറോളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പൊ കുറെ ആക്കാന്നുള്ളത് കാണാൻ രസമുണ്ട് അങ്ങനെ ആക്കുമ്പോ അല്ലേ. ഇനി അടുത്ത് ഞാൻ ഇതിന്റെ മുകളിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ മാംഗോ പൾപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തോണം കേട്ടോ. ജസ്റ്റ് ഒരു കുഞ്ഞു ലെയർ പോലെ ഞാൻ ഒന്ന് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, കുറച്ച് മറ്റേ ഇതൊക്കെ ഇടുവാൻ നല്ല ഇതുണ്ട്. മറ്റേ ബദാമും പിസ്തയൊക്കെ ഇടുവാണെങ്കിൽ അത് അറേബ്യൻ പുഡിങ്ങില് നമ്മള് അതൊക്കെ ഇട്ടാ അതൊന്നും ഒരു തവണ ഞാൻ ആക്കിയായിരുന്നു കേട്ടോ. അതും ഇതേപോലെ തന്നെയാണ്. ഇതിനകത്ത് മാംഗോ ഇടുന്നില്ലെന്നേ ഉള്ളൂ അറേബ്യൻ പുഡിങ്ങില്. അറേബ്യൻ പുഡിങ് നല്ല പിസ്തയും അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ, എന്നാ പറയുന്നത്, വെളുക്കാൻ അല്ല, കാശ്മീരിൽ കിട്ടുന്ന ഒരു സാധനം, കുങ്കുമപ്പൂ എല്ലാം ഇട്ട് നല്ല സെറ്റ് ആക്കി എടുക്കും. അങ്ങനെ ഇത് നമ്മുടെ ജോളോ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, എന്നിട്ട് അഭി കഴിച്ചിട്ട് അഭിപ്രായം നിങ്ങളെ പറഞ്ഞു. എനിക്ക് വായിൽ വെള്ളം
അങ്ങനെ നമ്മുടെ ജോളോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ മസാല ഒക്കെ ഉണ്ടാവും. ഓ, രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഇത്. സൂപ്പർ. നിങ്ങളെ ചോറ് അടിപൊളിയാണ്. മസാല കുറച്ച് കൂടുതലുണ്ടല്ലേ? മസാല പക്ഷെ കറക്റ്റ് ആയത്. ഇത്ര മസാല വേണം. അന്ന് ആക്കിയത് മസാല കുറഞ്ഞു പോയി. അങ്ങനെ കുറച്ച് സള്ളാസ കൂട്ടിയതുണ്ടോ. ഇതിന്റെ കൂടെ ഈ സാലഡ് നല്ല ഇതാ. സോസിനേക്കാളൊക്കെ നല്ലത് ഈ സാലഡാ അല്ലേ? ചിക്കൻ ഉണ്ടോ, നല്ല നല്ല വെന്ത് നല്ല ജ്യൂസി ചിക്കൻ ആട്ടോ. ഈ ചിക്കനും ആ മസാല എല്ലാം വെച്ചിട്ട് ചൂടാ. അങ്ങ് എടുത്തതേ ഉള്ളു പൊട്ടിച്ച്. പൊളി. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടാ. അതെ, നിങ്ങൾ എന്തായാലും ആക്കി നോക്ക്. പലർക്കും അറിയായിരിക്കും. ഞങ്ങളിത് കണ്ടുപിടിച്ചത് ഈ അടുത്താണല്ലേ. അതെ, ഇപ്പഴാണ് ഞങ്ങളുടെ അഡിക്റ്റ് ആയി. ഇതേപോലെ സമയം കിട്ടുമ്പോ ഞങ്ങൾ ഇതിങ്ങനെ ആക്കും. ഇതേപോലെ നമുക്ക് ഇത് ഡ്യൂട്ടിക്ക് കൊണ്ടുപോയി കഴിക്കാനും ഭയങ്കര നല്ലതാ. അധികം സ്മെല്ല്, അതായത് മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റ് വരുന്ന ഒരു സ്മെല്ലല്ല. ഉച്ചയാകുമ്പോഴേ കൊതി തുടങ്ങും കഴിക്കാനല്ല കഴിക്കണല്ലോ. അപ്പൊ പെട്ടെന്ന് സമയം പോകും. ഞാൻ സാധാരണ ഇത് ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്കിലെ കഴിക്കും. എനിക്ക് ഇതുപോലെ നമ്മളിപ്പോ നല്ല നല്ല ഫുഡൊക്കെ കൊണ്ടുവന്നെങ്കിൽ വിശപ്പ് കൂടുമല്ലോ. അങ്ങനെ ഇത് അങ്ങനെ കൊണ്ടുപോകാനും നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിക്കാനൊക്കെ ബിരിയാണി ഒക്കെ ആക്കുന്നതിനേക്കാളും ഒരു പാർട്ടിയൊക്കെ നല്ലതല്ലേ? ഭയങ്കര ഈസി ആയിട്ട് ഇത്. അതാണ് വേറൊരു കാര്യം. അങ്ങനെ നമ്മൾ ജോളോ ഫ്രൈസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. മറ്റേ സൂര്യഗ്രഹണം ഒക്കെ ആയിരുന്നു, പക്ഷെ അത് കാണാനൊന്നും പറ്റിയില്ല. സാരമില്ല, അടുത്ത വർഷം കാണാമെന്ന് ഇരിക്കുന്നു. പിന്നെ നമുക്ക് അപ്പൊ നമ്മളെ ഡെസേർട്ട് നമ്മൾ പറഞ്ഞ സാധനം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിന്റെ പേരെന്തായിരുന്നു? മാംഗോ പുഡിംഗ്. മാംഗോ പുഡിംഗ്. അപ്പൊ കുറച്ച് മാംഗോ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കഴിക്കാം അല്ലെ? നമ്മൾ ഓൾറെഡി കഴിച്ച് സക്സസ് ആണ്. അപ്പൊ ഇതാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഇങ്ങനെ അറിയുള്ളൂ. നല്ല അറിയാറാക്കുന്നവരാക്കിയിട്ടുണ്ടാവും. നല്ല അറിയുന്ന ആൾക്കാരെ നല്ല വൃത്തിയിലാക്കിയിട്ടുണ്ടാവും. ഇത് കട്ട് ചെയ്തെടുക്കണം അല്ലേ? ഓൾറെഡി നമ്മൾ ബ്രെഡ് സ്ലൈസ് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടേ. ഇത് ഏകദേശം ഇപ്പൊ എത്ര മണിക്കൂറായിരിക്കുന്നു? 6 മണിക്കൂർ എങ്ങാണ്ടായില്ലേ? 6 മണിക്കൂർ എങ്ങാണ്ടായി. അപ്പൊ ആ ബ്രെഡ് ഒക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട്, സോക്കായി. ഇതെനിക്ക് ആക്ച്വലി പിറ്റേ ദിവസം എടുത്ത് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇതിനകത്തോട്ട് ഈ മാങ്ങയാണ് ഇതിന്റെ മെയിൻ സാധനം. ഈ മാങ്ങ ഉണ്ട്, ഇങ്ങനെ ലൈവ് ആയിട്ടുള്ള മാങ്ങ കട്ട് കുറച്ച് മാംഗോ കൂടി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോ അതും കൂടി ഒരു ടേസ്റ്റ്. അത് വേറെ ടേസ്റ്റാ. ഇതേ കഴിക്കാൻ പോട്ടാ. വേറെ ലെവൽ സാധനം. ഇത് നമ്മൾ മധുരം കൂടിപ്പോയി. ഞാൻ മറ്റേ അഭി കൂടുതൽ ഒഴിച്ചതാ. ഞാൻ പറഞ്ഞതാ വേണ്ട നല്ല, പക്ഷെ നല്ല മധുരമാണ്, നല്ല രസമുണ്ട്. അത്രയും മധുരം വേണ്ടായിരുന്നു. എന്നാല് അതെ, അടിപൊളി സംഭവം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് 2 ഡിഷ് ഇന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ എന്നാലും ഞങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതൊരു വേറൊരു മധുരമുള്ള കാര്യമല്ലേ നിങ്ങൾക്ക് അല്ലേ? അതെ, നമ്മൾ ചെയ്ത് സക്സസ് ആകുന്നതും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെയാണല്ലോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതെ. അപ്പൊ ഇത് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.